എല്ലാവർക്കും നമസ്കാരം. ജെഫൈസിലൂടെ വരുന്ന വാർത്തകൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നതെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. 2 ദിവസം മുൻപാണ് ഞാൻ നമ്മുടെ ചിറങ്ങര മേൽപ്പാലം കയറുമ്പോൾ തെക്ക് നിന്ന് വരുമ്പോൾ ഇടതുവശത്ത് താഴെ താമസിക്കുന്ന തോമസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലേക്ക് മഴ പെയ്യുമ്പോൾ വലിയ രീതിയിൽ വെള്ളം മുകളിൽ നിന്ന് കുതിച്ചു ചാടി ആ വീട്ടുകാരുടെ വലിയ ദുരിതത്തിലേക്ക് ആ വീട്ടുകാരെ തള്ളിവിടുന്ന ഒരു വാർത്ത ഞാൻ ചെയ്തു. തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് താലൂക്കിൽ നിന്നും ഡെപ്യൂട്ടി തഹസീൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുകയും MLA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടാവുകയും ചെയ്യുന്നുള്ളത് അറിയാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. കാരണം ആ തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ ഈ ഒരു വെള്ളം കുതിച്ചു ചാടിയതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് ഞെട്ടി വരുമ്പോഴാണ് കാല് തെന്നി വീണ് അദ്ദേഹത്തിൻ്റെ വാരിയൽ ഒരെണ്ണൊടിയുകയും ബാക്കി വാരിയലുകൾക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്യുന്നത്. 1 മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് വന്നത്. പിന്നെ അവിടെ താമസിക്കുന്ന ത്രേസ്യാമ്മ എന്ന് പറയുന്ന കുറേ കുട്ടികൾക്ക് അക്ഷരജ്ഞാനം പകർന്ന ത്രേസ്യാമ്മ ടീച്ചറും അവരുടെ മകളുടെ മകളുമാണ്. വലിയ ശോചനീയാവസ്ഥയാണ്. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഈ PSG എന്ന് പറയുന്ന കമ്പനിയുടെ നിർമ്മാണത്തിൽ അവർ നടത്തിയിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതികളാണ്. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു വെച്ചോ, അത് അവിടെ താമസിക്കുന്ന ആൾക്കാർ താങ്ങിക്കോളും എന്ന് ചിന്തിച്ച് പോകുന്ന ആളുകൾ. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. നമ്മുടെ പരിസരങ്ങളിൽ കൂടെ പോകുന്ന റോഡ്, മറ്റു കാര്യങ്ങൾ, ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ അതിലിടപെടാനും അതിൽ വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുക്കാനും ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാനൊക്കെ തദ്ദേശഭരണ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതിൻ്റെ നിർമ്മാണ രീതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ പഞ്ചായത്ത് സംവിധാനങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ വിഷയം ഞാൻ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച അതിശോചനീയമായിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു കുടുംബം അവിടെ ഇങ്ങനെ താമസിച്ചിട്ട് അതിന് മുന്നോടിയായിട്ടാണ് റവന്യൂ ടീം വന്ന് അവിടെ സന്ദർശിക്കുന്നതും ഇടപെടൽ നടത്തുന്നതും. ഞാൻ പറയുന്നത് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ റോഡായിക്കോട്ടെ, തോടായിക്കോട്ടെ, മറ്റേത് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് ശരിയല്ല എന്ന് കണ്ടെങ്കിൽ അവിടെ ആദ്യം ഇടപെടേണ്ടത് ആ ഭാഗത്തെ ജനപ്രതിനിധിയാണ്. അവിടുത്തെ ജനപ്രതിനിധികൾ കൃത്യമായി തന്നെ വെറുതെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ശരിയുടെ പക്ഷം ചേർന്ന് വലിയ പോരാട്ടത്തിലേക്ക് നമ്മൾ കാലെത്തിക്കണം. ആ കുടുംബം എത്ര നാളെ അങ്ങനെ കഴിയാൻ വേണ്ടിയിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞാൽ അന്ന് അവരെ വഴി നഷ്ടപ്പെട്ടു. പിന്നെ കുറേ മണ്ണ് കൊണ്ട് കുത്തി ചെളിയായി. അത് കഴിഞ്ഞ് അവസാനം ആ ത്രേസ്യാമ്മ എന്ന് പറയുന്ന വീട്ടമ്മയുടെ ആങ്ങളുടെ മകൻ വന്നതിന് സ്റ്റെപ്പ് ഇട്ട് കൊടുത്തു. ഇതിലൊക്കെ നമ്മളെല്ലാം പകച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ വാർത്ത ചെയ്തതിനെ തുടർന്ന് അത് പിന്നീട് ഇത്തരത്തിലുള്ള ഇടപെടലിലേക്ക് മാറി. ഞാൻ പൂർണ്ണമായിട്ടും തൃപ്തികരമാണെങ്കിൽ ആ വിഷയം പരിഹരിക്കണം. അവിടെ ഇനി മഴ പെയ്യുമ്പോൾ ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം, ചിറങ്ങരയിലുള്ള വെള്ളച്ചാട്ടം ഇനി അവിടെ ഉണ്ടാകരുത്. ഇടപെട്ട സംവിധാനങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ജനപ്രതിനിധികൾക്കും വലിയ നന്ദിയുണ്ട്. പക്ഷേ പ്രശ്നം പരിഹരിക്കണം. ഇപ്പോഴും ആ സംഗതി അവിടെ തന്നെ അങ്ങനെ നിൽക്കാണ്. സന്ദർശനം കഴിഞ്ഞു. നമ്മുടെ ഈ മാരാങ്കോട് കോളനിയിൽ സന്ദർശനം നടത്തുന്ന പോലെ അവരുത്. മാരാങ്കോട് ആദിവാസികളെ വർപ്പിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്ദർശന മാമാങ്കം നടക്കും. അതിനേക്കാളുപരി ഇവിടെ ഈ ചിറങ്ങരയിൽ അതൊരു സന്ദർശന മാമാങ്കമായിട്ട് മാറരുത്. അവിടെ വിഷയം പരിഹരിക്കണം. വിഷയം പരിഹരിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ KC ജയരാജനെ പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും ഒരുമിക്കണം. കോൺഗ്രസും CPM BJP ഒന്നും മാറിക്കാതല്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് വളരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഇപ്പോൾ അതാണ് കണ്ടത്. അപ്പോൾ ആ വിഷയത്തിൽ ഇടപെടലുണ്ടായി. എന്തായിരുന്നാലും ആ കുടുംബത്തിന് സമാധാനപരമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. നന്ദി, നമസ്കാരം. അവരോട് പറയുമ്പോൾ അവർ പറയും ഞങ്ങളെല്ലാം വേറെ ആളാണ്. എന്താണ് പറയുന്നത്? ഞങ്ങളെല്ലാം